ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വേറൊരു കണ്ടൻറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കരുതുന്നത് രേണുസുതിനെ പറ്റിയിട്ടുള്ള കണ്ടൻറ്റ് ആകും എന്നുള്ളത്. ഇന്ന് രേണുസുതിയല്ല വിഷയം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഹൊറർ സ്റ്റോറിയാണ്. അതായത് ഗോസ്റ്റ്, പ്രേതം, ശാസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് ഒരു ശക്തിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു ഭയപ്പെടുത്തുന്ന അനുഭവം. ഒന്നെങ്കിൽ ഭൂതമാകാം, അതല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പിക്കാനായിരിക്കുന്നതാവാം. പേടിപ്പിക്കാനിരിക്കത്തില്ല ആ വഴിക്ക്. കാരണം അങ്ങനത്തെ ഒരു നിഗൂഢത എന്ന് പറഞ്ഞൊരു വഴിയാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്, അതായത് 1990 ഈ സംഭവം നടക്കുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ എന്നും സ്കൂളിൽ പോകും, രാവിലെ പോകും. വൈകുന്നേരം നേരത്തെ വരാൻ പറ്റുവാണെങ്കിൽ 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അപ്പം പുത്തനങ്ങാടി വരെ ഓടിക്കഴിഞ്ഞാൽ KPV എന്ന് പറയുന്നൊരു ബസ്സുണ്ട്. ആ ബസ് കിട്ടിക്കഴിഞ്ഞാൽ 4 മണിക്ക് അതിന് അവിടെ പുത്തനങ്ങാടിയിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മളാ സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ആ ബസ്സിന് കയറും. ആ ബസ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നുള്ള ബസ്സിനൊക്കെ തിരക്കാണ്. പിന്നെ വൈകുന്നേരം 6 മണിക്കൊരു ബസ്സുണ്ട്, അപ്സര എന്ന് പറയുന്നൊരു ബസ്. സാധാരണ 6 മണിക്ക് സ്കൂൾ കുട്ടികൾക്കൊന്നും പാസ്സില്ലാത്ത ഇതില്ല, CT കൊടുക്കാത്തതാണ്. അപ്പോൾ ആ സ്ഥിരം ഞാൻ ആ ബസ്സിൽ വരുന്നതുകൊണ്ട് ആ കണ്ടക്ടർ നമ്മളെ കണ്ടിട്ട് അങ്ങനെയുള്ള പരിചയം കൊണ്ട് അയാൾ നമ്മളോടൊന്നും പറയത്തില്ല. അയാൾ അന്നൊക്കെ സ്കൂളിൽ പോകുമ്പോൾ 10 പൈസയാണ്, 10 പൈസ, 10, 20 പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് ചാർജ് വേണം. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ 4 മണിക്കത്തെ KPV കിട്ടിയിരുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ബസ്സിൽ തിരക്കില്ല എന്നുണ്ടെങ്കിൽ കയറും. ഇല്ലെങ്കിൽ ഈ 6 മണിക്കത്തെ ബസ് വരെ നോക്കി നിൽക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ ദിവസവും ഞാൻ ആ ബസ്സിന് പോയിരുന്നു. അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോൾ 6 മണി കഴിഞ്ഞ് 6:15 കഴിഞ്ഞു, ആ ബസ് കാണുന്നില്ല. അപ്പോൾ അവിടെ ആ ജംഗ്ഷൻ്റെ പുത്തങ്ങാടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ ജംഗ്ഷനിൽ നിന്ന് ഒരു വയസ്സായിട്ടൊരു കാരണവർ, ഒരു കാക്കയോ ചേട്ടനോ എന്തായാലും നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞു, മോനെ 6 മണിക്ക് പോകുന്ന ബസ് ഇന്ന് കാണാനില്ല. മോനെങ്കിലും എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി നോക്കിക്കോ. അന്നൊക്കെ ആണെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക്, അന്നായാലും ഇന്നായാലും ഓട്ടോറിക്ഷക്കാർക്ക് നല്ല ഒരു സംഖ്യ തന്നെ ഓട്ടോറിക്ഷ കാശ് വേണ്ടി വരും. 10, 20 പൈസയായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയിരുന്നത്. ആ പൈസ പോയി കഴിഞ്ഞാൽ വേറൊരു 10 പൈസ കയ്യിലെടുക്കാൻ ഉണ്ടാകത്തില്ല. അങ്ങനത്തെ ഒരു കാലത്താണ്. അങ്ങനെ ഞാൻ ഈ കാക്ക പറയുന്നത് കേട്ടിട്ട്, ഈ ചേട്ടൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ എനിക്ക് ഏക രക്ഷ ഇനി നടക്കുകയെന്നുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ പരിചയമുള്ള ആരെങ്കിലും വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് അവർ നിർത്തി കയറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ പോരാനേ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ അധികം ആലോചിച്ചില്ല. ഞാൻ വേഗം അവിടെ നിന്ന് നടന്ന് പുത്തനങ്ങാടി സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 കിലോമീറ്ററോളം നല്ല കാടാണ്. കാടെന്ന് കഴിഞ്ഞാൽ 6:30 സമയം നല്ല ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഒരു 2 കിലോമീറ്ററോളം നല്ല 2-2.5 കിലോമീറ്റർ എന്തായാലും നല്ല കാട് തന്നെയാണ്. 3 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇങ്ങനെ ഞാൻ നടന്ന് ഫസ്റ്റ് സ്റ്റോപ്പ് കഴിഞ്ഞു. ഗേറ്റുപടി എന്ന് പറഞ്ഞൊരു ചെറിയ സ്റ്റോപ്പുണ്ട്, വിജയമായ സ്റ്റോപ്പാണ്. അവിടെ നിന്ന് അങ്ങനെ ആരും രാത്രിയിൽ ഇറങ്ങത്തില്ല. അവിടുന്ന് മുതൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ബാക്കിൽ കൂടി എന്തോ നടന്നു വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കി ഒന്നും കാണുന്നില്ല. പിന്നെ എനിക്കിങ്ങനെ വരുവാണ്, തുരാന്ന് വരുന്നു. സമയം വരെ ഒരു 6 മണി 6:30 സമയമാണ്. അപ്പോൾ ഈ പഴയ കാലത്തൊക്കെ കാരണവന്മാർ പറയുന്നത് ഈ സമയത്തൊക്കെ ചാത്തന്മാർ അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രേതങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ അശുദ്ധാത്മാക്കൾ ഇറങ്ങി നടക്കുന്ന സമയമാണ് 6 മണി. അതുപോലെ തന്നെ രാത്രി 11 മണി 12 മണി ഈ സമയങ്ങളിലൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ഇറങ്ങി നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ നടന്നപ്പം എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യം ഒരു കിട്ടി, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ തടുപടമെന്ന് ഇങ്ങനെ തുരുതരാന്ന് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നി ഇത് സംഗതി പന്തിയല്ല എന്നുള്ളത്. എനിക്ക് ആരെങ്കിലും വിളിക്കാനാണെങ്കിൽ ആ പരിസരത്തൊന്നും ഒരാളില്ല. വണ്ടിക്കാർ എപ്പോഴും ബസ്സും ഈ കാറുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം കൈ കാട്ടി നോക്കി, കാറിനൊക്കെ ഞാൻ കൈ കാണിച്ച് നോക്കി, ആരും നിർത്തുന്നില്ല. അങ്ങനെ തുരാന്ന് വരുന്നുണ്ട്.
ഇത് എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. ആളെ കാണുന്നുമില്ല. ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരാ എന്താണെന്നുള്ളത് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചില അശുദ്ധ ശക്തികളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തോ ഒരു ശക്തികളാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുന്നുള്ള ഉറപ്പാണ്. പേടിച്ച മരണം ഉറപ്പാണ്. ഇനി മരിച്ചില്ലെങ്കിൽ അന്ന് ഭ്രാന്തായി കിടക്കും. അതാണ് ഈ പ്രേതവും ഭൂതത്തിനൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം. അങ്ങനെ ഞാൻ നടന്നു, കുറേ ദൂരം ഓടി. അങ്ങനെ ഞാൻ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താനായി. വീട്ടിലോട്ടുള്ള റോഡിന് കയറി. അപ്പോൾ കുറച്ച് മുമ്പിലായിട്ട് ഒരാൾ ഇങ്ങോട്ട് നടന്നു വരുന്നു. ഈ ഏറെ കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായി. പഞ്ചായത്ത് റോട്ടിൽ കയറിയപ്പോഴുള്ള ഒരു സംഭവമാണിത്. ഒരാൾ നേരെ ഇങ്ങനെ നടന്നു വരുന്നു, വെള്ള ഷർട്ടാണ്. അപ്പം ഇങ്ങനെ അടുത്ത് എൻ്റെ പേര് വിളിച്ചു. അനിയേ, അനി വിളിച്ചു. അപ്പോൾ എൻ്റെ ചെറിയച്ഛനാണ്. അന്ന് ഞാൻ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ചെറിയച്ഛൻ്റെ ഒപ്പമാണ്. എന്നെ ഏറ്റവും ഇഷ്ടമുള്ള ചെറിയച്ഛന്മാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ചെറിയച്ഛനാണ് എൻ്റെ ഈ ചെറിയച്ഛൻ. കാരണം എൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ അനിയനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. വളരെ ദ്വേഷത്തിനാണ് പുള്ളി ചൂടായി കയ്യിലിരുന്നൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ വടിയുണ്ട്, അതുകൊണ്ട് എന്നെ അടിച്ചു. എന്താണ് എത്ര വൈകിയത്? ഞാൻ പറഞ്ഞു, എനിക്ക് ബസ്സൊന്നും കിട്ടില്ല. നിനക്ക് മറ്റുള്ള കുട്ടികൾക്കൊക്കെ ബസ് കിട്ടിയില്ല, നിനക്കെന്താ ബസ് കിട്ടാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ 6 മണിക്കത്തെ ബസ്സിന് വരാൻ നോക്കിയെന്നാണ്. ആ ബസ്സൊന്നും കിട്ടിയില്ല. 2 അടി കൂടുതൽ കിട്ടി. അങ്ങനെ ഞാൻ തല്ലുകൊണ്ടു, ഞാൻ കരയുകയും ചെയ്തു. അപ്പോൾ അതുവരെ നല്ലോണം ഞാൻ പേടിച്ച് പോയി കേട്ടോ. എന്താണെന്നുള്ള അറിയില്ല, ഈ ദുഷ്ടശക്തി എന്തോ പിന്തുടർന്നാന്ന് തോന്നും. അങ്ങനെ ഈ നമ്മുടെ ആ പഞ്ചായത്ത് റോഡ് കയറുന്നതിൻ്റെ ഇപ്പുറത്ത് 1 കിലോമീറ്റർ പാലച്ചോട് കവല വരെ, ആ കവലയുടെ അപ്പുറം വരെ ഉണ്ടായിരുന്നത്. മനുഷ്യനുള്ളിടത്തൊന്നും പിന്നെ പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ പേടിച്ച് വീട്ടിൽ ചെന്നു. അപ്പോൾ ചെറിയച്ഛനൊപ്പം ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ വല്യമ്മയുടെ ശകാരവും കൂടി കേട്ടു. വല്യമ്മയും തല്ലാൻ വന്നു. എന്നിട്ട് എനിക്ക് വേഗം അന്ന് കാപ്പിയൊക്കെ തന്നു, കാപ്പിയും കഴിക്കാനും തന്നു. എന്നിട്ട് ഞാൻ പേടിച്ച് ഇങ്ങനെ കടന്ന് രാത്രി എനിക്കൊരു പനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പേടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാരമില്ല എന്നൊക്കെ പറഞ്ഞ് വല്യമ്മ കുരിശൊക്കെ വരച്ചു. പിന്നെ കടന്നു. അങ്ങനെ കടന്നു കേട്ടോ. പക്ഷേ എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറുടെ അടുത്തൊക്കെ പോയി മരുന്ന് വാങ്ങി. എന്തായാലും 1 ആഴ്ച ഓക്കെ പനിച്ച് കിടന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി ഒരുപാട് ഒന്നെങ്കിൽ ആളുണ്ടെങ്കിൽ 2 or 3 ആൾ, ഒന്നിൽ കൂടുതൽ ആൾ വേണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്തൊന്നും ആരും നടക്കരുത്. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അപ്പോൾ ഞാനത് പിന്നെ ഒരുപാട് ആളുകളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ ചാത്തനേറാന്ന് പറഞ്ഞത്. ചാത്തനേറെന്ന് പറഞ്ഞാൽ പ്രേതം എന്നൊക്കെ പറയുമല്ലോ. ഇങ്ങനെയുള്ള പ്രേതസഞ്ചാരമുള്ള സമയമാണ് ആ സമയത്ത്. അതല്ലെങ്കിൽ ഇവിടുന്ന് വരത്തുപോക്കെന്നൊക്കെ പറയുമല്ലോ, പഴയ കാലത്ത് വരത്തുപോക്ക്. ഈ അമ്പലത്തിൽ നിന്ന് ആ അമ്പലത്തിലോട്ട് പോവുക, അതല്ല ഇവിടുന്ന് ആ നടയിലോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പഴയ കാലത്തൊക്കെ ചില ഹിന്ദു സന്യാസിമാരും ഈ പ്രായമായ അപ്പച്ചന്മാരൊക്കെ, ഹിന്ദു സമുദായപ്പെട്ടവരൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മുടെ ആൾക്കാരും പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളും പറയുന്നുണ്ട്, മുസ്ലിങ്ങളും പറയുന്നുണ്ട്. ചാത്തനേർ പ്രേതത്തിൻ്റെ ഏറാണ്, പ്രേതം തിരിച്ചു വിടുകയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ധൈര്യത്തിൽ ഞാനിങ്ങനെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പിന്നെ കാര്യമൊക്കെ ഇല്ല. അങ്ങനെ 1.5 ആഴ്ച പോയി. എന്താ സ്കൂളിൽ പോകാൻ പോകാൻ പറ്റിയില്ല. പിന്നെ അതുവരെയുള്ള പഠിച്ച കാര്യങ്ങളൊന്നും പിന്നെ അങ്ങോട്ട് പോയി എഴുതിയെടുത്ത് ഒക്കെ ഓർമ്മിക്കണേ നല്ലൊരു പണി തന്നെയാണ്. കാരണം എത്ര നോട്ട് ബുക്ക് നമ്മൾ എഴുതണം, എത്ര വിഷയം ഈ 1.5 ആഴ്ചൻ്റെ ഉള്ളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും, ഈ 1.5 ആഴ്ചക്കകം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ ഇപ്പം ഈ പ്രേക്ഷകരോട് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രേതത്തിൻ്റെ വീഡിയോ തന്നെ 2 ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കുറച്ച് കാലം, ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ നമ്മുടെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇതും അതുപോലെ എന്തോ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെന്നല്ല, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരന്മാരും ശ്രദ്ധിക്കുക. രാത്രിയിൽ നിന്ന് അസമയത്തൊന്നും ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാഹനം എടുത്ത് പുറത്ത് പോകുക എന്നല്ലാതെ നടന്നു വരരുത്, നടക്കാൻ ശ്രമിക്കരുത്. അത് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സ്ഥലത്തൊക്കെ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്, നല്ല ഒരു ജംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലുള്ള കാടും പടപ്പും പിടിച്ച 2-3 കിലോമീറ്ററൊക്കെ ഫോറസ്റ്റോട് ചേർന്നുള്ള സ്ഥലമൊക്കെ കടന്നു കഴിയുമ്പം അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ
നിങ്ങളൊന്ന് നടന്നു നോക്കുക, അപ്പോൾ അറിയാൻ വിവരം. പിന്നെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി നമുക്ക് കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അറിയാനാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഓക്കെ.